സെക്യുലർ വോയിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പൊതുപ്രവർത്തകനായാൽ അദ്ദേഹത്തിന് പ്രാഥമികമായി ഉണ്ടാകേണ്ട യോഗ്യത എന്ന് പറയുന്നത് സഭ്യമായ ഭാഷയിൽ സംസാരിക്കുക എന്നുള്ളതാണ്. എന്തെന്ന് വെച്ചാൽ അവരെപ്പോഴും പൊതുസമൂഹവുമായി സംവദിക്കുന്ന ആളുകളാണ്. അവർക്കുണ്ടാകുന്ന ഓരോ പിഴവുകളും പൊതുസമൂഹം സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. ഇപ്പോൾ ഉയർന്നു വരുന്ന തലമുറ ഇതെല്ലാം നോക്കിക്കാണുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വേണം പൊതുപ്രവർത്തകർ ഓരോ ഭാഷയും ഉപയോഗിക്കാനായിട്ട്. ഞാൻ പറഞ്ഞു വന്നത്, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടിക്കെതിരെ ഉപയോഗിച്ച വാക്ക് വളരെയധികം മോശമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഒന്നാമത് പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ഇരിക്കുന്ന പൊസിഷൻ, അതേപോലെ തന്നെ മന്ത്രി ശിവൻകുട്ടി ഇരിക്കുന്ന മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവനെ പോലത്തെ ആളുകൾ മന്ത്രിമാരായിരിക്കാൻ യോഗ്യതയുള്ളവരാണോ? ഇവനൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോ ഞാൻ എന്റെ നാവിൽ വരുന്ന ഞാൻ പൊതുവിദ്യാഭ്യാസ മന്ത്രിയെ അധിക്ഷേപിച്ച് സംസാരിച്ചു എന്നവരോട് പറഞ്ഞു. ഞാൻ മറുപടി പറഞ്ഞപ്പോൾ എനിക്കറിയാം ഞാൻ സംസാരിക്കുന്ന സാധാരണ ഭാഷയിൽ നിന്ന് കടന്നുകൂടി പറഞ്ഞു. അവനൊന്നും ഇവനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളെടുത്ത പ്രസംഗം കേൾക്കും. അവനൊന്നും ഇവനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ആശയത്തെ ആശയം കൊണ്ട് നേരിടണം എന്നുള്ളത് ഓരോ പൊതുപ്രവർത്തകരും പ്രാഥമികമായി പഠിക്കേണ്ട പാഠമാണ്. ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഇവർ ഉയർന്നു വരുന്ന തലമുറയ്ക്ക് എന്ത് സന്ദേശമാണ് ഇവർ നൽകുന്നത്? സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇന്ന് കേരളത്തിൽ നടക്കുന്ന പല അനാവശ്യ രാഷ്ട്രീയ ചർച്ചകളും ചെന്നെത്തിക്കുന്നത് ഒരു അരാഷ്ട്രീയ സമൂഹത്തെ സൃഷ്ടിക്കുന്നതിലേക്കാണ് എന്നുള്ളത് ഇവരെല്ലാവരും മനസ്സിലാക്കണം. ഈ ഉയർന്നു വരുന്ന ചെറിയ കുട്ടികളൊക്കെ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അവർ നിരീക്ഷിക്കുന്നുണ്ട്. പണ്ടത്തെ കാലമല്ല, സോഷ്യൽ മീഡിയ ഒക്കെ വളരെ ശക്തമായി നിലനിൽക്കുന്ന ഈ കാലത്ത് നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും മിനിറ്റുകൾക്കകം ലക്ഷക്കണക്കിലായ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഓർമ്മ വെച്ചിട്ട് വേണം ഇത്തരത്തിലുള്ള പൊതുപ്രവർത്തകർ ഓരോ വിഷയത്തിലും ഇടപെടാനും സംസാരിക്കാനും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ ചെറിയ വീഡിയോകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.